ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസുകളും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ചില ആപ്ലിക്കേഷൻസുകൾക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഫുൾ ആക്സസ് കൊടുത്തിട്ടുണ്ടാകും. അതായത് നമ്മുടെ മൊബൈലിലെ കോണ്ടാക്റ്റ് അടക്കം എല്ലാ കാര്യങ്ങളും അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയാണ് നമ്മൾ കൊടുത്തതെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുകയില്ല. പക്ഷേ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിംഗ്സിലൂടെ ഏതൊക്കെ ആപ്ലിക്കേഷൻസുകൾക്ക് നിങ്ങൾ ഫുൾ ആക്സസ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനും അവിടെ നിന്ന് നമുക്ക് ഡിസേബിൾ ചെയ്യാനും സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ മൊബൈൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും ആപ്ലിക്കേഷൻ മാനേജർ അല്ലെങ്കിൽ ആപ്സ് എന്ന് കാണാൻ സാധിക്കും. എൻ്റെ മൊബൈലിൽ ആപ്സ് എന്നാണുള്ളത്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ഓപ്ഷൻ ചില മൊബൈലിൽ ഇവിടെ മുകളിൽ തന്നെ കാണിക്കും കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഏതാണെന്ന് കാണിച്ചു തരാം. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പെഷ്യൽ ആക്സസ് എന്ന ഈ ഒരു ഓപ്ഷൻ. അത് ചില മൊബൈലിലൊക്കെ ഈ ആപ്ലിക്കേഷൻ മാനേജർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിൽ ഇവിടെ തന്നെ കാണിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ സാംസങ് മൊബൈലാണ് കാണിക്കുന്നത്. എൻ്റെ മൊബൈലിൽ ഈ ഒരു ഭാഗത്താണ് സ്പെഷ്യൽ ആക്സസ് എന്ന ഭാഗം ഉള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ ഓൾ ഫയൽ ആക്സസ് എന്ന ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. ചില മൊബൈലിൽ നേരത്തെ കാണിച്ച ആ ഭാഗത്ത് തന്നെ ഓൾ ഫയൽ ആക്സസ് തന്നെ കാണിക്കും കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് ആപ്ലിക്കേഷൻസേ ഇവിടെ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻസുകളിൽ ഏതെങ്കിലും ഒന്ന് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇൻബിൽട്ട് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ ഇതിലുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ 3-4 എണ്ണം ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇവിടെ എക്സ്പ്ലെയർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഫുൾ ആക്സസ് ഇവർ എടുത്തിട്ടുണ്ട്. ഇവിടെ ഷെയർ ഇറ്റ് എന്ന ആപ്ലിക്കേഷൻ ഇതും ഫുൾ ആക്സസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഷെയർ ഇറ്റിന് എന്തിനാണ് നമ്മൾ ഫുൾ ആക്സസ് കൊടുക്കുന്നത്? പിന്നെ നമുക്കിവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൈ ജിയോ എന്ന ഈ ആപ്ലിക്കേഷൻ ഓക്കെ, അതൊക്കെ ഫുൾ ആക്സസ് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. അതൊക്കെ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ കാണാം നിങ്ങൾക്ക് ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഈ ആപ്ലിക്കേഷൻ. അത് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ്, എങ്കിലും ഞാനത് ഡിസേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഏറ്റവും മുകളിൽ AR ഇമോജി എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷൻസുകൾ ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷേ ഫുൾ ആക്സസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമുക്കതൊക്കെ ഡിസേബിൾ ചെയ്യാം. പക്ഷേ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതിൽ ഇവിടെ മുകളിലൊരു 3 ഡോട്ട്സ് ഉണ്ട്. അവിടെ ഷോ സിസ്റ്റം ആപ്സ് ആണ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സിസ്റ്റം ആപ്സിലൊന്നും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇവിടെ വാട്സപ്പോ ഫേസ്ബുക്കോ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഒന്നുമില്ല. ഓക്കെ, ഇത് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇവർ ഫുൾ ആക്സസ് എടുക്കുന്നത്? അപ്പോൾ അത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. അങ്ങനെ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. കാരണം നിങ്ങളുടെ മൊബൈലിലെ എല്ലാ കാര്യങ്ങളും അവർക്ക് നിയന്ത്രിക്കാനാവും. അങ്ങനെയുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾക്ക് നിങ്ങൾ ഒരിക്കലും തന്നെ ഫുൾ ആക്സസ് കൊടുക്കരുത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ കൊടുത്തു പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾക്കത് തിരിച്ചറിയാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും നമ്മുടെ മൊബൈലിൽ ചെക്ക് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മളിങ്ങനെ ഫുൾ ആക്സസ് പെർമിഷൻ കൊടുത്തതോടുകൂടി അവർക്ക് നമ്മുടെ മൊബൈൽ കംപ്ലീറ്റ് നിയന്ത്രിക്കാനും കാര്യങ്ങളൊക്കെ അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനും അവർക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു ഇൻഫർമേഷൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്തെത്തിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.